പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ. ഈ പാരഡി സോങ് മൊത്തത്തിൽ സഖാക്കളാകെ അസ്വസ്ഥരാണ്. ഇലക്ഷൻ്റെ പരാജയവും ഒന്നും താത്വികമായി അവലോകനം നടത്തിയിട്ടൊന്നും പരാജയം സമ്മതിക്കാൻ കഴിയാണ്ട് ഇപ്പോഴും പരാജയ കാരണങ്ങളിൽ മേൽ അങ്ങനെയൊക്കെ കുതിര കയറാൻ കഴിയുന്നു, അങ്ങനെയൊക്കെ കുതിര കയറാനുള്ള ശ്രമമാണ് സഖാക്കൾ നടത്തുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് തൊട്ട ആ മൊമെൻറ്റിൽ തന്നെ മണിയാശാൻ നടത്തിയ പ്രസ്താവന നക്കിയിട്ട് അതിന് നന്ദി പോലും ഇല്ലാത്ത ആൾക്കാർ. ഇവിടുത്തെ ജനങ്ങൾക്ക് അധികാരം നൽകാനും അത് തിരിച്ചെടുക്കാനുമുള്ള അവകാശങ്ങൾ ഇവിടുത്തെ പൊതുജനത്തിനുണ്ട്. ഇത് നിങ്ങൾ തന്ന ഔദാര്യമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. പരാജയ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ പ്രവർത്തനങ്ങൾ മാറ്റുന്നതിന് പകരം പാരഡി എഴുതിയതാരാണ്, അതിന് പിന്നിൽ പ്രവർത്തിച്ചതാരാണ്, അവൻ്റെ മതം എന്താണ്, ഇതൊക്കെ ചുഴിഞ്ഞന്വേഷിച്ചുകൊണ്ട് ഇപ്പോൾ പാരഡിക്കെതിരെ കേസുമായി മുന്നോട്ട് പോകാനാണ് ശ്രമം. ഇലക്ഷൻ്റെ മുന്നേ ഇവർ ഉപയോഗിച്ച ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഭൂരിപക്ഷ പ്രീണനം നടത്തി ന്യൂനപക്ഷങ്ങളെ വർഗീയപരമായ രീതിയിൽ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിയ ഈ ശ്രമം ഈ ഇലക്ഷനിൽ പൊതുപക്ഷമായി പൊതുജനങ്ങൾ അത് മനസ്സിലാക്കി കടുത്ത പ്രഹരം തന്നെ കൊടുത്തിട്ടുണ്ട്. അതും മനസ്സിലാക്കി ആ മെത്തേഡ് മാറ്റുന്നതിന് പകരം എന്താ ഇവർ ചെയ്ത ഇലക്ഷൻ്റെ മുന്നേ വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളിനെ കൊടിവെച്ച കാറിലാണ് ഇവർ നടത്തിയത്. എന്നിട്ടോ ഇലക്ഷൻ്റെ റിസൾട്ട് ഇവർ വിചാരിച്ച പോലെ ഇല്ല. അതുകൊണ്ട് ഈ മെത്തേഡ് നിങ്ങൾ മാറ്റണം. ഈ ഇലക്ഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ മുതലെടുപ്പ് നടത്തിയത് ഒരൊറ്റ പാർട്ടിയാണ്, BJP ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഖാക്കളെ, തോൽവിയിൽ പാഠം പഠിച്ചുകൊണ്ട് പാർട്ടി എന്താണോ മുമ്പ് പ്രഖ്യാപിച്ച ആശയങ്ങളും ആദർശങ്ങളും അതെങ്കിലും ഒരു ശതമാനമെങ്കിലും ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളിപ്പം പോകുന്ന വഴി അത് BJP വെട്ടിത്തെളിക്കുന്ന പാത മാത്രമാണ്. നിങ്ങളെ പാർട്ടി അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കിടന്ന ശ്രമമാണ്. RSS പണ്ടുണ്ടാക്കി വിചാരധാരയിൽ അവർ നശിപ്പിക്കുമെന്ന് പറഞ്ഞ 3 വിഭാഗങ്ങളിൽ ഇന്ന് A മുതലല്ല അവർ തുടങ്ങിയത്, C മുതലാണ്. കമ്മ്യൂണിസം ഈ ഇലക്ഷനിലോട് കൂടിയിട്ട് നമുക്ക് ഏകദേശം തീരുമാനമായി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ ആശയം മുറുക്കി പിടിച്ച് നിങ്ങൾ എങ്ങനെയാണോ വളർന്നത് ആ സാഹചര്യത്തിൽ നിങ്ങൾ തിരിച്ചു പോകേണ്ട ടൈം അതിക്രമിച്ചിട്ടുണ്ട്. മൂല്യങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരും അംഗീകരിക്കില്ല. അതുകൊണ്ട് തോറ്റതിൻ്റെ ക്ഷീണം പാരഡി പാട്ടെഴുതിയവൻ്റെ മേൽ തീർക്കണ്ട.